പൂർണ്ണമായിട്ട് പുളിക്കക്കണ്ട കുടുംബത്തെ അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി നടത്തിയ ഒരു കളികളല്ലേ ഇത്? പുളിക്കക്കണ്ടത്തിൽ കുടുംബം അധികാരത്തിൽ പൂർണ്ണമായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ 3 പേരുണ്ടായി. ഞങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടോ? വൈസ് ചെയർമാൻ ഉണ്ടോ? സാഹചര്യം വരാൽ ദിയ ചെയർപേഴ്സണായി. അതിൽ കവിഞ്ഞ് പുളിക്കക്കണ്ട കുടുംബത്തിന്റെ പറയേണ്ട കാര്യമല്ല. ഞങ്ങൾ 3 ഇൻഡിവിജ്വൽസ്, എന്റെ മോളാണെങ്കിലും ഞാനാണെങ്കിലും എന്റെ സഹോദരനാണെങ്കിലും ഞങ്ങൾ 3 പേര് വന്നപ്പോഴാണ് UDF ഭൂരിപക്ഷം വന്നത്. ഞങ്ങൾ UDF പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഉന്നത നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പാലായിൽ വന്ന് പ്രസംഗിച്ചു. അവരെ ഓപ്പണായിട്ട് പറഞ്ഞു UDF പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ആ വിശ്വാസവും ആ കരുതലും തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾ UDF നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് അവർ ഞങ്ങളെ കഴിഞ്ഞ 7 മാസക്കാലം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിന്റെ ഭാഗമാകാൻ ദിയയ്ക്ക് സാധിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് എന്നും കടപ്പെട്ടിരിക്കുകയാണ്, കോൺഗ്രസ് നേതൃത്വത്തോടും UDF നേതൃത്വത്തോടും. പിന്നെ താഴേക്കിടയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനൊന്നും ഞങ്ങൾ മറുപടി പറയുന്നില്ല. UDF ഔദ്യോഗിക നേതൃത്വം ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞതിൽ പോലും ഞങ്ങൾ രാജിവെച്ചാണ്. ഈ അവിശ്വാസത്തെ ഫേസ് ചെയ്യാതെ ഞങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പറഞ്ഞത് അവിശ്വാസത്തെ ഫേസ് ചെയ്യണം. ഇത് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയപരമായി കൊണ്ടുവന്ന അവിശ്വാസത്തെ നിങ്ങൾ നേരിടണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ നേരിട്ടത്. വീണ്ടും ഒരു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വരും. എങ്ങനെയായിരിക്കും അതിനെ? നിങ്ങളാണ് പക്ഷം എന്ന് പറയുന്നത്, പക്ഷം എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും? അത് നേതൃത്വമല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അവർ പറയുന്നത്, ഞാൻ ഏതോ ചാനലിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടെന്നു, ഞങ്ങളല്ല ആക്കിയത്. ശരിയാ, അവർക്ക് ഇതിന്റെ അകത്ത് റോളും ഇല്ലായിരുന്നു, ഞങ്ങൾക്കും ഒരു റോളില്ലായിരുന്നു. ഇത് UDF നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട BJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവർ, ശ്രീ മാണശിക്കാപ്പൻ MLA, നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MP തുടങ്ങിയ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആണ് ഈ എഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ എഗ്രിമെന്റിന്റെ കോപ്പി പോലും ഞാൻ നേരത്തെ പറഞ്ഞു വേറെ കൌൺസിലർമാരുടെ ആരുടെയിലും ഇല്ല, നേതാക്കന്മാരുടെ എല്ലാം ഉള്ളത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് UDF നേതൃത്വം പറയുന്ന നിർദ്ദേശങ്ങൾ അത് നാളുകളിൽ എന്തുമായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പിന്തുണ കൊടുക്കണമെന്നോ എന്താ എനിക്കറിയത്തില്ല. അത് കോൺഗ്രസിന്റെ വിമതരായി നിൽക്കുന്നവരുടെ അഭിപ്രായമാണോ UDF നേതൃത്വം കേൾക്കുന്നത്, അതോ UDF വിപ്പ് അനുസരിച്ച ഞങ്ങളുടെ അഭിപ്രായമാണോ കേൾക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും UDF നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ച് മാത്രമാണ് അവർ പറയുന്നത്. പറഞ്ഞാല് കോൺഗ്രസിന്റെ അതായത് നിലവിലുള്ള മായ രാഹുലിനെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണമെന്നുള്ളത് അതിനെ പിന്തുണയ്ക്കുന്നു. അല്ല, മായ ഉൾപ്പെടെ ഇപ്പം അവർ 5 പേര് UDF വിമതരായിട്ടാണല്ലോ ഇന്ന് രംഗത്ത് വന്നത്. 5 പേർക്ക് പാലാ നഗരസഭ ഭരിക്കാൻ പറ്റുമോ? അല്ല, അത് പാർട്ടി UDF നേതൃത്വം പറഞ്ഞു. UDF നേതൃത്വം ഞങ്ങൾക്ക് ചർച്ച ചെയ്യണ്ടേ? ഞങ്ങളിപ്പോ ഇപ്പൊ എനിക്ക് മാത്രം പറയുന്ന കാര്യമാണോ? എന്റെ സഹോദരനോ എന്റെ മോക്കോ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന കൌൺസിൽ ഇത് UDF നേതൃത്വം നിർദ്ദേശം തരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പുതിയ മുന്നണി വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞ പാലായിൽ ഒരുപക്ഷെ ഇനി അടുത്ത കാലങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങനെയായിരിക്കും. കേരള കോൺഗ്രസും CPM കൂടി കോൺഗ്രസ് വിമതരുമായിട്ട് ചേർന്ന് ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. പക്ഷേ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഇത് രാഷ്ട്രീയമായിട്ട് കാണാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് BJP ബന്ധമുണ്ടെന്നുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ഉന്നയിച്ചോട്ടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരോപണമല്ലേ? ആരോപണത്തിൽ എന്താ കഴമ്പുള്ളത്? ഞങ്ങൾ ശ്രീ സുരേഷ് ഗോപി ആയിട്ടുള്ള ഞങ്ങളുടെ തികച്ചും വ്യക്തിബന്ധം മാത്രമാണ്. ആ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് BJP മെമ്പർഷിപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റു കാര്യം അതൊക്കെ പോകാൻ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പറയാനുണ്ട്. UDF നിന്നും LDF നിന്നും മാണി സാർ, കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറി നിന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് ഇരു മുന്നണിയിലും പെടാതെ നിന്ന സമയത്ത് റബ്ബറിന്റെ വിലയിടിവിനെതിരെ കോട്ടയം തിരുനക്കര മൈതാനത്ത് ജോസ് കെ മാണി ഒരു അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചു. ആ നിരാഹാരം 1, 2, 3 ദിവസം നീണ്ടുപോയപ്പോൾ ജോസ് കെ മാണിയുടെ പിതാവ് KM മാണി സാർ ആകെ അസ്വസ്ഥനായി. ആരും ഇടപെടുന്നില്ല. UDF നേതൃത്വവും LDF നേതൃത്വം ഇടപെടാത്ത ഒരു സാഹചര്യത്തിൽ അന്തരിച്ച സാക്ഷാൽ മാണി സാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ബിജു എങ്ങനെ ഈ സമരം അറിയാമല്ലോ, അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുക, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, എനിക്കും കുട്ടിയമ്മയ്ക്കും ആകെ വിഷമമാണ്, അപ്പോൾ ബിജു എങ്ങനെയെങ്കിലും ഇടപെടണം. സുരേഷ് ഗോപി അന്ന് അദ്ദേഹം രാജ്യസഭ MP സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും നമ്മുടെ തിരുനക്കര മൈതാനത്ത് എത്തിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ പിതാവ് സാക്ഷാൽ KM മാണിയാണ്. അന്ന് ഞാൻ BJP മെമ്പറൊന്നുമല്ല. അന്ന് BJP സഹായം തേടിയ ഇദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിക്കണമായിരുന്നു ഈ ചോദ്യം. ഇന്ന് ഈ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം ജോസ് കെ മാണി ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ തൃശ്ശൂർ പ്രവർത്തിച്ച ആ കാര്യം, ഞാൻ BJP ഒരു പാർട്ടിയിലെ മെമ്പറല്ല. അദ്ദേഹമായിട്ട് 35 വർഷത്തെ അടുത്ത കുടുംബബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. ആ കുടുംബബന്ധത്തിന്റെ പേരിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്ന് UDF സംവിധാനമായിട്ട് സഹകരിച്ച് ഞങ്ങൾ പോയോ
അന്ന് മുതൽ UDFന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിന്നു എന്ന് പറയാൻ എനിക്ക് ആ വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ UDF നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? UDF നേതൃത്വം പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആരോപണം എന്ന് പറഞ്ഞാൽ തികച്ചും അടിസ്ഥാനമാണ്. ഇപ്പൊ സുരേഷ് ഗോപി മത്സരിച്ച തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ മുനിസിപ്പൽ ഇലക്ഷന് ശേഷം വന്നതല്ലോ. അപ്പൊ ഈ വസ്തുതയൊക്കെ നമുക്കറിയാവുന്ന പോലെ തന്നെ കോൺഗ്രസിന്റെ UDFന്റെ നേതാക്കന്മാർക്ക് മുഴുവൻ അറിയാവുന്ന വിഷയമായിരുന്നല്ലോ അവിടെ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ UDFന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് കേരളത്തിലെ അത്യുന്നത നേതാക്കന്മാർ പറയുമ്പോൾ ഈ വസ്തുത അവർക്കറിയാമല്ലായിരുന്നു. നിങ്ങൾ പറയുന്ന BJP ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ UDFന്റെ ഭാഗമാക്കിയത്. നേതൃത്വമാക്കിയത് BJP ബന്ധം നേതൃത്വം അറിയായിരുന്നെന്ന്. അങ്ങനെയാണ് ഈ ചോദ്യം അവർ നേതൃത്വത്തോടല്ലേ ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിച്ചു തന്നെ നന്നായി. കാരണം ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ കൌൺസിലറാണ്. ഈ 5 തെരഞ്ഞെടുപ്പിലും ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 25 വോട്ട് താഴെയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യമാണ് 31 വോട്ട് കിട്ടിയത്. അപ്പോൾ കോൺഗ്രസിനും BJPക്കും കൂടെ കിട്ടിയ വോട്ട് 49 വോട്ട്. വാർഡിൽ പോൾ ചെയ്ത 90% വോട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ 50 വോട്ട് തികച്ച് എന്തായാലും അത് സാഹചര്യമാണ്. അതിന് 2-3 സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ CPMന്റെ ഒരു കോട്ടയായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 730 വോട്ടിനൊക്കെയാണ് ദയനീയമായി ഇവിടെ പറയപ്പെട്ടിരുന്നത്. അത് രാഷ്ട്രീയ സാഹചര്യം, അല്ലാതെ ആരുടെയും വ്യക്തിപരമായ ഇതല്ല ചെയ്യുന്നത്. അപ്പൊ ഒരു കാലത്തും UDF ഇവിടെ മേൽക്കോയ്മ വന്നിട്ടില്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ UDFന് ഇവിടെ മേൽക്കോയ്മ ഉണ്ടാകുകയും ഈ പ്രാവശ്യം കുറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ അർത്ഥമില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ച് അല്ലെങ്കിൽ ഞാൻ രംഗത്തേക്ക് വന്നതിന് ശേഷം മാത്രം നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഞാൻ മത്സരിക്കാത്ത വാർഡുകളിൽ എപ്പോഴും മത്സരിക്കുന്ന ഇവിടെ 3-ാം സ്ഥാനത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉള്ളത്. 2-ാം സ്ഥാനത്ത് BJPയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ വോട്ടുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ഞങ്ങളുടെ കുടുംബ ബന്ധവും വ്യക്തിബന്ധവും മറ്റ് സാഹചര്യങ്ങളും ഞങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരെന്നുള്ള രീതിയിൽ ഈ പ്രദേശമാണ് ഈ 3 വാർഡുകൾ എന്ന് പറയുന്നത്. ഞങ്ങളുടെ വ്യക്തിബന്ധവും സുഹൃത്ബന്ധവും കുടുംബ ബന്ധവും തന്നെ വളരെ വിപുലമാണ്. ആ വോട്ടുകൾ UDFന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടത്തില്ല. അതുപോലെ അങ്ങനെയാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു. മറ്റു വാർഡുകളിലോ ഇപ്പോൾ 19-ാം വാർഡ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ മത്സരിച്ച് ജയിച്ച വാർഡ്, അവിടെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 11 വോട്ടാണ്. UDFന്റെ സ്ഥാനാർത്ഥിക്കും ഇവിടെ നമ്മുടെ വിമതയായിട്ട് ജയിച്ച 2 സ്ഥാനാർത്ഥികളുടെ ഒരുമിച്ച് വോട്ട് കിട്ടിയാൽ ആ വോട്ട് ഇപ്പോൾ UDFന് കിട്ടണ്ടല്ലോ. ഇവർ രണ്ടുപേരും UDFന്റെ ഭാഗമല്ലേ. അവിടെ ഇപ്രാവശ്യം 4 വോട്ടിന്റെ വ്യത്യാസമുള്ളൂ LDF UDFും തമ്മിൽ. അപ്പൊ ആ വോട്ടുകളവിടെ പോയി. ഞാൻ ഒരു വാർഡിലെ അല്ല പറയുന്നത്. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേണും പാർലമെന്റ് നിയമസഭ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണും തമ്മിൽ താരതമ്യമില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.